എല്ലാവർക്കും മലയാളം ടാരോറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലോ ഓഫ് അസംഷനെ കുറിച്ചിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്, ഹോപ്പോനോപ്പോനോ. ഇതിനെക്കുറിച്ച് കുറേ വീഡിയോസ് എന്താണെന്ന് ചെയ്തിട്ടുണ്ട്. കുറേ യൂട്യൂബിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഹോപ്പോനോപ്പോനോ, ആരാണ് ഇതിന് സ്റ്റാർട്ട് ചെയ്തത്, കുറേ സക്സസ് സ്റ്റോറീസ് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് ഹോപ്പോനോപ്പോനോ യൂസ് ചെയ്ത് എങ്ങനെ റിലേഷൻഷിപ്സ് ഹീൽ ചെയ്യാം എന്നുള്ളതും, എന്താണ് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ അത് വർക്ക് ചെയ്യണേന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. സോ ഇതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിന് ഉപരി ഇതൊരു പ്രെയറാണ്. ഇത് നമുക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ അത്രയധികം സക്സസ് സ്റ്റോറീസും അത്രയധികം എന്താ പറയുക, അത്ഭുതകരമായിട്ടുള്ള സക്സസ് സ്റ്റോറീസ് കിട്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഹോപ്പോനോപ്പോനോ. ഈ പ്രെയർ ചൊല്ലിയിട്ട് കുറേ പേർക്ക് അവരുടെ ലൈഫ് മാറിയവരുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. സോ എല്ലാം A to Z എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരിക്കില്ല, ഇത് കുറേ കൂടെ എന്താണ് ഹോപ്പോനോപ്പോനോ, അതെങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് എന്താണ് ഹോപ്പോനോപ്പോനോ, ഇതെങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളതൊക്കെ വേറെ വീഡിയോസ് വേണമെങ്കിൽ റെഫർ ചെയ്യാം. പക്ഷേ ഇതൊരു ഔട്ട്ലൈൻ പറയാനാണെങ്കിൽ ഹോപ്പോനോപ്പോനോ എന്ന് പറയുന്നത് ഒരു ഹവായിൻ പ്രെയറാണ്. ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഈ 4 ഫ്രേസസാണ് ഈ പ്രെയറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും വളരെ സിമ്പിളായിട്ടുള്ളതാണല്ലോ, പക്ഷെ എന്താണ് ഇതിൽ ഇത്ര വലിയ കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആൻഡ് ഇതും കൂടുതലും നമുക്ക് ഈ പ്രെയർ നമ്മുടെ ലൈഫിലെ ഏതൊരു ഏരിയയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ലവ് ആണെങ്കിലും, റിലേഷൻഷിപ്സ് ആയാലും, മണി ആയാലും, കരിയർ ആയിക്കഴിഞ്ഞാലും, എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ കുറേ ബ്ലോക്കേജസ് ഉണ്ടെങ്കിലും, എന്തെങ്കിലും ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിലും, എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പവർഫുൾ പ്രെയർ വെച്ചിട്ട് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാൻ പോവാണ്. സോ എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഈ ഹോപ്പോനോപ്പോനോൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മേക്ക് ഇറ്റ് റൈറ്റ്, ശരിയാക്കിയെടുക്കുക. എന്താണോ അവിടെ തെറ്റുള്ളത് അത് ശരിയാക്കി എടുക്കുക, ടു മേക്ക് ഇറ്റ് റൈറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. സോ എന്താണ് മേക്ക് ഇറ്റ് റൈറ്റ്? എന്താണ് നമ്മുടെ ലൈഫിൽ ലവ് ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടോ? നിങ്ങൾക്ക് പൈസയുടെ ഇഷ്യൂസ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ചുറ്റിലും എന്താണ് ഇഷ്യൂസ് ഉള്ളത്? നമുക്ക് മെൻ്റലി ബുദ്ധിമുട്ടുകളുണ്ടോ, പെയിൻ ഉണ്ടോ, സഫറിങ്സ് ഉണ്ടോ? അതൊക്കെ റൈറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ലൈഫിൽ ലവ് ആൻഡ് ഹാർമണി തിരിച്ചു കൊണ്ടുവരാം. ഒരു ബാലൻസ്, ഒരു ബ്യൂട്ടിഫുൾ ലൈഫ്, ഒരു സമാധാനം, സന്തോഷം ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. അതാണ് ഈ പ്രെയർ കൊണ്ട് ഏറ്റവും പവർഫുള്ളായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് കുറേ പേര് അവരുടെ ലവ് ലൈഫ് ഹീൽ ചെയ്തവരുണ്ട്, അവരുടെ റിലേഷൻഷിപ്സ് ഹീൽ ചെയ്തവരുണ്ട്, അവരുടെ മണി പ്രോബ്ലംസ് ഹീൽ ചെയ്തവരുണ്ട്. വളരെയധികം എന്ന് വെച്ചാൽ അത്രയും അധികം മിറാക്കുലസ് ആയിട്ടുള്ള സക്സസ് സ്റ്റോറീസ് നമുക്ക് വെറുതെ ഒന്ന് അടിച്ചു നോക്കിയാൽ തന്നെ അത്രയധികം സക്സസ് സ്റ്റോറീസ് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് എന്താണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ചുറ്റും നടക്കുന്നത് നമ്മുടെ തന്നെ ഓൺ റിയാലിറ്റീനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. സോ നമ്മളെന്താണോ, ഒരാളെന്താണോ ഇപ്പോൾ ഇത് നമ്മളാണെന്ന് വിചാരിക്കാം. സോ നമ്മുടെ മൈൻഡിൽ എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? പൈസ ഇല്ല, ഓർ അവരെന്നെ ബ്രേക്കപ്പ് ചെയ്ത് പോയി, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. എന്താണ് നമ്മുടെ ഇന്നർ റിയാലിറ്റി? നെഗറ്റീവ് മൈൻഡ് സെറ്റാണോ, പോസിറ്റീവ് മൈൻഡ് സെറ്റാണോ? എന്താണ് നമ്മളുടെ തോട്ട്സ്, എന്താണ് നമ്മുടെ ഫീലിങ്സ്, എന്താണ് നമ്മുടെ ലൈഫ് സർക്കംസ്റ്റൻസസ് അനുസരിച്ച് ദാറ്റ് ഈസ് നമ്മുടെ ഉള്ളിലുള്ള റിയാലിറ്റിയാണ് നമ്മുടെ പുറത്തും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസ് അട്രാക്റ്റ് ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ഇപ്പം നിങ്ങൾ തന്നെ ആലോചിക്കുകയാണ്, നിങ്ങളുടെ മൈൻഡിൽ എന്തുണ്ട്? ഫിയർ ഉണ്ട്, ഒരു നെഗറ്റീവ് തോട്ടാണ്. പെയിൻ ഉണ്ട്, ഒരു നെഗറ്റീവ് തോട്ട്സാണ്. ഓക്കെ, ഡെസ്പിറേഷൻ, ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡെസ്പിറേഷൻ, ഒരു ലവ് കിട്ടാനുള്ള ഡെസ്പിറേഷൻ, മണി പ്രോബ്ലംസ് ആലോചിച്ചിട്ടുള്ള ഡെസ്പിറേഷൻസ്, ഇതൊക്കെ നമ്മുടെ മൈൻഡിലുള്ള നെഗറ്റീവ് തോട്ട്സാണ്. ഇപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡിലായാലും എന്തെങ്കിലും ട്രോമാസ്, നമുക്ക് സ്നേഹം കിട്ടാത്തതിനുള്ള പ്രശ്നങ്ങൾ, നമുക്ക് പാരൻസിൻ്റെ അടുത്തുള്ള ഇഷ്യൂസ്, കോൺഫ്ലിക്ട്സ്, ഫൈറ്റ്സ് ഒക്കെ നമ്മൾക്കൊരു നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് സറൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ മൈൻഡ് മൊത്തം നെഗറ്റീവ് തോട്ട്സാണ്. ഇതൊക്കെ നമ്മുടെ നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിലുള്ള സബ്കോൺഷ്യസ് ആയിട്ട് ടൈ ചെയ്തിരിക്കുന്ന കുറേ ഫിയേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നെഗറ്റീവ് തോട്ട്സാണ്. സോ ഈ നെഗറ്റീവ് തോട്ട്സാണ് ഓരോ ആൾക്കാരുകളിലൂടെയും ഓരോ പ്രവർത്തികളിലൂടെയും നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ പോകുന്നത്.
നമ്മുടെ ഈ തോട്ട്സാണ് ഓരോ പ്രവർത്തികളിലൂടെയും ഓരോ ആൾക്കാരെ കൂടെയും നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. സോ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുകളായിരിക്കാം. അവർ ഇതേ നമ്മുടെ മൈൻഡിലുള്ള എന്ത് ഫിയർ ആണോ നമ്മൾ വിചാരിക്കും, നമ്മൾ എന്തിനെയാണോ പേടിച്ചേ അത് തന്നെ നടക്കും. കണ്ടിട്ടോ, നമ്മൾ കൂടുതൽ ഇപ്പോൾ എക്സാം പൊട്ടിപ്പോകും, നമ്മൾ എക്സാം തോറ്റു പോകും, അല്ലെങ്കിൽ അവരെന്നെ വിട്ടുപോകും, അവരെന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നിരന്തരം, അവരെന്നെ വേണ്ട, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് കടമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ആ റിയാലിറ്റിയാണ് നമ്മുടെ ചുറ്റും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്ത് ചെയ്യാൻ പറ്റും? സാധാരണയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇവർ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇദ്ദേഹം തിരിച്ചു വന്നാൽ എൻ്റെ ലൈഫ് ശരിയാവും, ഇദ്ദേഹം മാറ്റിയിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ശരിയാവും. പക്ഷെ ശരിയാകുമോ? നമ്മുടെ ചുറ്റിലുള്ള നെഗറ്റീവ് തോട്ട്സ് ആരാണ് മാറ്റേണ്ടത്? ഒരാളാണോ മാറ്റേണ്ടത്? അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റുമുള്ള ഒരാളാണോ മാറ്റേണ്ടത്? സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ റിക്വസ്റ്റ്സ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലവ് ലൈഫിലാണെങ്കിൽ എന്നെ അവർ വിട്ടുപോയി, എനിക്ക് അവരെ തിരിച്ചു വേണം. നമ്മൾ ഒരാളെ തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ നെഗറ്റിവിറ്റീസ് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ചുറ്റുമുള്ളവർ മാറാൻ വേണ്ടിയിട്ടാണോ നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക? ഇദ്ദേഹം മാറിയിരുന്നെങ്കിൽ, ഇദ്ദേഹം തിരിച്ചു വന്നിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ മാറും. പക്ഷെ അത് മാറുമോ? നമുക്കുള്ളിലുള്ള ഫിയേഴ്സും നമ്മുടെ ഉള്ളിലുള്ള ഡൗട്ട്സും അങ്ങനെ തന്നെ അവിടെ തന്നെ ഉണ്ട്. സോ നമുക്കത് എങ്ങനെ മാറ്റാൻ പറ്റും? നമുക്ക് തന്നെ അത് മാറ്റാൻ പറ്റും. ഓക്കെ, നമ്മൾ തന്നെയാണ് ഈ നെഗറ്റിവിറ്റീനെ ക്ലിയർ ചെയ്യേണ്ടത്. ആ ക്ലിയർ ചെയ്യാനുള്ള ടെക്നിക്കിനെയാണ് ഹോപ്പോനോപ്പനോ. ആ ക്ലിയർ ചെയ്യാനുള്ള പ്രെയറാണ് ഹോപ്പോനോപ്പനോ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ റിക്വസ്റ്റ് വരാറുണ്ട്, മിക്കതും ലവ് റീഡിങ്സ് ആണ്. സോ ഈ ഹോപ്പോനോപ്പനോ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിലേഷൻഷിപ്പിനാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്, എങ്ങനെ യൂസ് ചെയ്യണം ആൻഡ് എന്താണ് ഇതെന്നുള്ളത്. സോ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, നമ്മൾ എന്താ യൂഷ്വലി ഒരു ലവ് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ, നമ്മൾ ബ്രേക്കപ്പ് ആവുകയാണെങ്കിലും സെപ്പറേഷൻ ആവുകയാണെങ്കിലും നോ കോണ്ടാക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് വിചാരിക്കും? അവർ തിരിച്ചു വന്നാൽ എല്ലാം ശരിയാവും, അവർ തിരിച്ചു വന്നാൽ ഞാൻ ഹാപ്പി ആവും, ഇവർ തിരിച്ചു വന്നാൽ ഞാൻ പീസ്ഫുൾ ആയിരിക്കും, ഇവർ തിരിച്ചു വന്നാലാണ് എൻ്റെ സന്തോഷം തിരിച്ചു കിട്ടുക. പക്ഷേ അത് ട്രൂ ലവ് ആണോ? അല്ല. അതിനെന്ത് പറയും? ഡിപ്പെൻഡൻസി. നമ്മൾ ഒരാളിൽ ഡിപ്പെൻഡ് ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ഒരു പവറിനെ നമ്മളൊരാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പവർ ഒരാൾ കൊടുത്തു കഴിഞ്ഞിട്ട് ആൾ അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? നിങ്ങൾ എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്യും, ഇല്ലേ? സോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചുറ്റുമുള്ള സർക്കംസ്റ്റൻസസ് വന്നു കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറയുന്നതല്ല അവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള തിങ്. ഹോപ്പോനോപ്പനോ എങ്ങനെ നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് പ്രെയർ. ഹോപ്പോനോപ്പനോ ഒരിക്കലും ഒരാളെ തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു പ്രാക്ടീസ് ഒരിക്കലും അല്ല. യെസ്, അതുകൊണ്ട് കുറേ പേര് ഹീലായിട്ട് വന്നിട്ടുള്ളവരുണ്ട്, അത് ഞാൻ വഴിയേ പറയാം. പക്ഷെ ഹോപ്പോനോപ്പനോ എപ്പോഴും എങ്ങനെ നിങ്ങളിലേക്ക് തിരിച്ചു വരാം, നിങ്ങളുടെ നെഗറ്റീവ് മൈൻഡ് സെറ്റ്, നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ്, നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ പേഴ്സൺ ആയിട്ട് തിരിച്ചു വരാം, കമ്മിങ് ബാക്ക് ടു യുവർ ഓൺ ഹോം, എങ്ങനെ നിങ്ങളിലേക്ക് നിങ്ങളെ തന്നെ തിരിച്ചു വരാമെന്നുള്ളതിലുള്ളൊരു പ്രെയറാണ് ഹോപ്പോനോപ്പനോ. ഓക്കെ, സോ നമ്മളിവിടെ സിമ്പിളായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ ഓൾഡ് മെമ്മറീസ്, ഓൾഡ് പാറ്റേൺസ്, ഓൾഡ് ഫിയേഴ്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ക്ലിയർ ചെയ്യും തോറും നിങ്ങളൊരു ക്ലീൻ പേഴ്സൺ ആണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള പേഴ്സൺ അട്രാക്ട് ചെയ്യുമോ? നിങ്ങളൊരു ക്ലീൻ പേഴ്സൺ ആണ്, നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ നിങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളൊരു നെഗറ്റീവ് പേഴ്സൺ അട്രാക്ട് ചെയ്യുമോ? ഒരിക്കലുമില്ല. നിങ്ങളൊരു ക്ലീൻ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ ഒരു പേഴ്സൺ അട്രാക്ട് ചെയ്യും? ക്ലീൻ ആയിട്ടുള്ള പേഴ്സൺ അട്രാക്ട് ചെയ്യും, അല്ലേ? നിങ്ങൾ എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള പേഴ്സൺ, അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പൈസയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസയായിട്ടുള്ള നമുക്ക് ഫിയേഴ്സ് ഉണ്ട്. കുറേ പൈസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അഹങ്കാരം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര അധികം പൈസ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയോ നമുക്കൊരു പേടിയുണ്ട്, അവർ അഹങ്കാരിയാണ്, കുറേ പൈസ ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നത് ഒരു പൊട്ട കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് വിട്ടു പോകുമ്പോൾ നമുക്ക് സ്നേഹിക്കാൻ അർഹതയില്ല. അങ്ങനെ കുറേ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ചെറുപ്പം മുതലേ ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ നമ്മൾ അതാണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ ഇനി ഇതിലേക്ക് നമ്മളെ തന്നെ തിരിച്ചു കൊണ്ടുവരാം, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ പ്രെയറിനെ നമ്മളെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എങ്ങനെ നമുക്കിത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? സോ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു റിലേഷൻഷിപ്പിന് ഈ പ്രെയർ യൂസ് ചെയ്യാണ്, റിലേഷൻഷിപ്പ് എന്ത് വേണമെങ്കിലും ഈ പ്രെയർ നമ്മൾ യൂസ് ചെയ്യാണ്. ഓക്കെ, ഇൻ കേസ് ഇപ്പോൾ ഇതാണ്
ഇതാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഓർ റിലേഷൻഷിപ്പ്, ഫാമിലി ആയാലും അച്ഛനായാലും അമ്മയായാലും നിങ്ങൾ സ്നേഹിക്കുന്ന ആളായാലും ബ്രദർ ആയാലും ഓർ ഫ്രണ്ട്സ് ആയാലും ആരും ആവട്ടെ. ഇപ്പോൾ നിങ്ങൾ ഇയാളായിട്ട് ഒരു റിലേഷൻഷിപ്പിലുമ്പോൾ ഒരു മെമ്മറി ക്യാരി ചെയ്യുന്നുണ്ട്. എന്താണ്? എന്തെങ്കിലും തോട്ട്സ് ആയിരിക്കാം, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ ഉള്ളിലൊരു ഹേർട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്, ഒരു എക്സ്പെക്റ്റേഷൻസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കിടക്കുന്നുണ്ട് അല്ലേ? നിങ്ങളിപ്പോൾ ഇദ്ദേഹത്തിനോട് സംസാരിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു എനർജി, ഒരു ഇൻവിസിബിൾ ത്രെഡ് നിങ്ങളുടെ ഇടയിലേക്ക് കണക്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങളും ആരാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കോണ്ടാക്റ്റിംഗ് ഇല്ലെങ്കിലും കൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇവരായിട്ട് ഒരു ഇൻവിസിബിൾ ത്രെഡ് കണക്റ്റഡ് ആണ്. ഇൻവിസിബിൾ ത്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയിൻ ആയിരിക്കാം, പെയിൻഫുൾ മെമ്മറീസ് ആയിരിക്കാം. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോഴും അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഒരു ഇമോഷണൽ എനർജി ഇവരായിട്ട് കണക്റ്റഡ് ആണ്. സോ എപ്പോൾ നിങ്ങൾ ഇവരെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ പെയിൻ അവിടെ വീണ്ടും അവേക്ക് ആവും, ഈ പെയിൻ വീണ്ടും ഉണരും. എന്തൊക്കെ നിങ്ങൾ ഇവരെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ അതൊക്കെ വീണ്ടും നിങ്ങൾ ആലോചിക്കാൻ തുടങ്ങും, അതൊക്കെ വീണ്ടും ഉണരാൻ തുടങ്ങും. സോ ഹോപ്പൊനൊപ്പൊനോ ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള എനർജീസിനെ ക്ലിയർ ചെയ്യും നിങ്ങളുടെ മൈൻഡിൽ നിന്ന്. ഓക്കെ, സോ നിങ്ങളുടെ പ്രെയറാണ് I am sorry. Please forgive me. Thank you. I love you. സോ നിങ്ങൾ പറയാണ്, ഇപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള തോട്ട്സാണ് അവരെന്നെ ഇഗ്നോർ ചെയ്യാണ്, അവർ കെയർ ചെയ്യണില്ല, അവരെന്നെ വിട്ടുപോയി. സോ നിങ്ങൾ ആ നിമിഷം പറയാണ്, ഐ എം സോറി, പ്ലീസ് forgive me, thank you, I love you. I am sorry for the pain between us. നമ്മുടെ ഇടയിലുള്ള വേദനകൾക്കും പ്രശ്നങ്ങൾക്കും ഞാൻ സോറി പറയുന്നു. പ്ലീസ് forgive me for anything I have held in my heart. ഞാൻ നിന്നെക്കുറിച്ച് എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടോ അതിനൊക്കെ നീ എന്നോട് ക്ഷമിക്കൂ. താങ്ക് യു, നീ എനിക്ക് തന്നിട്ടുള്ള ലെസൺസിനും കാണിച്ചു തന്നിട്ടുള്ള ലെസൺസിനും നന്ദി. ഐ ലവ് യു. നമുക്ക് എപ്പോഴും ഒരാളെ പൊറുക്കുക, ക്ഷമിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? അവർ എത്രത്തോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പൊറുക്കുക എന്ന് പറയുന്നത് അത്രയധികം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തിങ്ങാണ്. നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് യൂണിവേഴ്സ് നമ്മളെ ഫോർഗിവ് ചെയ്യും. അതുപോലെ നമ്മളും ഒരാളെ ഫോർഗിവ് ചെയ്യാൻ പഠിക്കണം. അത് എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഒരാളെ ഫോർഗിവ് ചെയ്യാൻ പഠിക്കണം. നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലെസൺസ് പഠിക്കാനുണ്ടായിരിക്കും. ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ നമ്മൾ എന്തോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് ഇപ്പോൾ ഒരു ലെസൺസ് നമ്മൾ പഠിക്കുന്നത്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഹോപ്പൊനൊപ്പൊനോ. ഐ എം സോറി, പ്ലീസ് forgive me, താങ്ക് യു, ഐ ലവ് യു. അത് നിങ്ങൾക്ക് മണി ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഹെൽത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലും റിലേഷൻഷിപ്പ് ഫോക്കസ്ഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് പറയും തോറും നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോ തോട്ട്സും നെഗറ്റീവ് തോട്ട്സും ക്യാൻസലായി പോവുകയാണ്. അങ്ങനെ ക്യാൻസലായി പോകും തോറും എന്താ ഉണ്ടാവുക? നിങ്ങളുടെ ഹാർട്ട് പീസ്ഫുൾ ആവാൻ തുടങ്ങും, നിങ്ങൾ കുറേ കാം ആവാൻ തുടങ്ങും, നിങ്ങളുടെ വൈബ്രേഷൻ റൈസ് ആവാൻ തുടങ്ങും, നിങ്ങളുടെ ഒരു ഹൈ വൈബ്രേഷണൽ ബീങ് ആവും, നിങ്ങൾ കുറേ സമാധാനം ആവാൻ തുടങ്ങും. സോ നിങ്ങൾ ഒരിക്കലും ഇദ്ദേഹത്തെ ചേസ് ചെയ്യോ, ഒരിക്കലും അവരായിട്ട് പോകില്ല. അവരുണ്ടെങ്കിലും അവരില്ലെങ്കിലും നിങ്ങൾ നിങ്ങളിലേക്ക് പീസ്ഫുൾ ആയിരിക്കും. യു ആർ കമ്മിങ് ബാക്ക് ടു യുവർ ഹോം. സോ എന്തൊക്കെ പെയിൻ ഉണ്ടെങ്കിലും അത് റിലീസായി നിങ്ങൾ ഫൊർഗിവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഹെവി ഇമോഷൻസൊക്കെ മാറ്റി നിങ്ങൾ വളരെയധികം പീസ്ഫുൾ ആയിട്ടുള്ളൊരു ബീയിങ് ആയി മാറുകയാണ്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായി മാറുകയാണ്. അത് നാച്ചുറൽ പ്രോസസ്സാണ്. വളരെയധികം നാച്ചുറൽ പ്രോസസ്സായിട്ട് നിങ്ങളൊരു പോസിറ്റീവ് ബീയിങ് ആയിട്ടാണ് മാറുന്നത്. സോ ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിന് മൊത്തം നിങ്ങൾ റെസ്പോൺസിബിൾ ആവുക. ഐ ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഫോർ അട്രാക്റ്റിംഗ് ദി സിറ്റുവേഷൻ. ബിക്കോസ് നമുക്ക് ചുറ്റിലുള്ള സിറ്റുവേഷൻസ് നമ്മൾ തന്നെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസാണ് പുറത്ത് കൂടെ ആൾക്കാരിൽ കൂടെ സിറ്റുവേഷൻസ് കൂടെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ അതിന് റെസ്പോൺസിബിൾ ആവുക. റെസ്പോൺസിബിളായി നിങ്ങളൊരു പ്രെയർ മെഡിറ്റേഷൻ, ഒരു പ്രെയർ ഐ എം സോറി പ്ലീസ് forgive me ചെയ്യുമ്പോൾ നിങ്ങളത് റെസ്പോൺസിബിളായി നിങ്ങളത് ഹീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹീൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള, അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കും തോറും
നിങ്ങൾക്ക് ചുറ്റിലും കുറേ ചേഞ്ചസ് കാണാം. മേ ബി നിങ്ങൾ ഫൈറ്റ് ചെയ്ത് പോയിട്ടുള്ള ആൾക്കാരുകൾ തിരിച്ചു വരാം, നിങ്ങളുടെ റിലേഷൻഷിപ്സ് ഹീലാവാം, നിങ്ങളുടെ റിലേഷൻഷിപ്സ് മോർ ഹാപ്പി ആവാം. അല്ലെങ്കിൽ ഇതിനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യാം. അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരുകളെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങളൊരു ബ്യൂട്ടിഫുൾ ബീയിങ് ആയി മാറി. നിങ്ങളൊരു ബ്യൂട്ടിഫുൾ ബീയിങ് ആയി മാറി കഴിയുമ്പോൾ എന്താ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നത്? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്, അല്ലേ? സോ അതാണ് ഹോപ്പോനോപ്പോനോ കൂടെ ചെയ്യുന്നത്. സോ നമ്മളിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷണൽ പാറ്റേൺസിനെ നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്ത് ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ റിലേഷൻഷിപ്സും ഹീലാവും. അവിടെ ഉണ്ടായിട്ടുള്ള ഇമോഷണൽ പാറ്റേൺസ് ഒക്കെ അവിടെ ക്യാൻസലാവും. ഇതൊക്കെ ക്യാൻസലാവും. നിങ്ങളുടെ ഇടയിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നോ അതൊക്കെ തന്നെ ഹീലാവാൻ തുടങ്ങും. ആൻഡ് ഏതർ ഈ റിലേഷൻഷിപ്പ് ഒന്നും കൂടെ സ്ട്രോങ് ആവും. അവരെ മേ ബി നിങ്ങളോട് മാപ്പ് ചോദിച്ച് തിരിച്ചു വരും. അങ്ങനത്തെ കുറേ സക്സസ് സ്റ്റോറീസ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ട് ഇതുപോലെ ഹോപ്പോനോപ്പോനോ മെഡിറ്റേഷൻസ് ചെയ്തിട്ട് തിരിച്ച് വന്നവരുണ്ട്. അപ്പോളജി ചോദിച്ച് തിരിച്ച് വന്നവർ ഹാപ്പി ആയി ജീവിക്കുന്നവരുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് എത്ര നാൾ ചെയ്യണം, എത്ര ദിവസം ചെയ്യണം? ഇതിൽ ഒരു ടൈം ലൈൻ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നും വെച്ച് കഴിഞ്ഞാൽ എന്നും ചെയ്യാം. നിങ്ങളുടെ ലൈഫ് തന്നെ അത് മാറ്റാം. ഏതർ നിങ്ങൾക്ക് ലവിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കരിയറിന് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ ഓവറോൾ ലൈഫിന് വേണ്ടിയിട്ട് ഐ എം സോറി, പ്ലീസ് ഫൊർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നുള്ള പ്രെയർ എന്നും നിങ്ങൾ ലൈക്ക് ഫുഡ് കഴിക്കുന്ന പോലെ, വെള്ളം കുടിക്കുന്ന പോലെ എന്നും 108 ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം. രാത്രി കിടക്കുന്നതിന് മുന്നേ കേൾക്കാം. സോ മെല്ലെ 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 നിങ്ങളുടെ ലൈഫിൻ്റെ ചുറ്റും ചേഞ്ചസ് വരണ കാണാൻ പറ്റും. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളത് ചെയ്യും തോറും നിങ്ങളുടെ ഹാർട്ട് നിങ്ങൾക്ക് എന്താ ഉണ്ടാവാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസും പുറത്ത് വരാൻ തുടങ്ങും. നമ്മളൊരു റൂം ക്ലീൻ ചെയ്യുന്ന പോലെ, നമ്മൾ റൂം ക്ലീൻ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ എല്ലാ അഴുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിടും ഇല്ലേ? അതുപോലെ നിങ്ങൾക്ക് തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരിക്കാം. ബിക്കോസ് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസും പുറത്തേക്ക് വരികയാണ്. സോ മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ഈ ഇമോഷൻസൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യാൻ സമയമായി. സോ നിങ്ങളത് എന്നും കണ്ടിന്യൂ ചെയ്യുക. മെല്ലെ 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 ആ ഇമോഷൻസൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയി നിങ്ങൾ ഹീലാവാൻ തുടങ്ങും. അങ്ങനെ ഹീലാവാൻ തുടങ്ങുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ്സ്. മേ ബി ചിലപ്പോൾ വീക്സ് എടുക്കാം, ചിലവർക്ക് മന്ത്സ് എടുക്കാം, ചിലവർക്ക് മേ ബി വിത്തിൻ 2 weeks or 3 weeksനൊക്കെ മേജർ ചേഞ്ചസ് വരാം. ബട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾക്കത് കംപ്ലീറ്റ്ലി പീസ്ഫുള്ളായിട്ട് ചെയ്യുക. എന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ല, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളൊരു തോന്നലുണ്ടാവും, എനിക്ക് ഇത്ര ചെയ്താൽ മതി, ഇത് കംപ്ലീറ്റ് ആയി. അല്ലാണ്ട് പെട്ടെന്ന് സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് എന്തോ ആൾ തിരിച്ചു വന്നു എന്ന് വെച്ചിട്ട് നിർത്തരുത്. കണ്ടിന്യൂ ചെയ്യുക. അത് കൂടുതൽ ബ്യൂട്ടിഫുൾ ആവുകയുള്ളൂ. ഓക്കെ, ആ റിലേഷൻഷിപ്പ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആവുള്ളൂ. അത് എന്തൊരു കാര്യമായിക്കോട്ടെ, അത് എപ്പോഴും ബ്യൂട്ടിഫുൾ ആവാനേ പോകുന്നുള്ളൂ. സോ ഇതൊരിക്കലും ഒരു ബാഡ് തിങ് അല്ല. നമ്മുടെ ഡെയിലി പ്രോസസ്സിൽ നമുക്കൊരു 10 minutes മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. വെറും 10 minutes മാറ്റി വെച്ച് നമുക്ക് ലിസൺ ചെയ്യാവുന്ന കാര്യമാണിത്. ഓക്കെ, കുറച്ച് സക്സസ് സ്റ്റോറീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ബ്ലോക്ക് ചെയ്തിട്ട് നോ കോണ്ടാക്ട് സെപ്പറേഷൻസ് ആയിട്ടുള്ള ഫേസിൽ കൂടെ പോവുകയായിരുന്നു. സോ ആ കുട്ടി ഇയാളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ല. ബട്ട് എല്ലാ ദിവസവും 1 month-ഓളം ആ കുട്ടി ഇദ്ദേഹത്തെ മനസ്സിലാലോചിച്ച് ലവ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഹോപ്പോനോപ്പോനോ ചൊല്ലി. ലൈക്ക് ഏതൊരു അവരുടെ ഫോട്ടോ എടുത്ത് നോക്കാം, അല്ലെങ്കിൽ മനസ്സിലായാലും അവരെക്കുറിച്ച് ആലോചിച്ച് അവരുടെ കണ്ണുകളെ നമ്മൾ ക്ലിയർ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ഐസ് ക്ലിയർ ആയിട്ട് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്ത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ഹാപ്പി ലൈഫിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാന്ന് വിചാരിച്ചിട്ട് ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു ചാൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മനസ്സിൽ ചൊല്ലാം, ഇല്ലെങ്കിൽ ലിസൺ ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അങ്ങനെ ചെയ്യാം. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ ഇരിക്കാം. അതിന് റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. അതുപോലെ പാരൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഹീൽ ചെയ്യാം, വളരെയധികം പവർഫുള്ളാണ്. നിങ്ങളായിട്ടുള്ള ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഹീൽ ചെയ്യാം. സോ അത് ചെയ്യും തോറും നിങ്ങൾക്ക് അവരിൽ നിന്ന് കോൾ പ്രതീക്ഷിക്കാം. എല്ലാ പോസിറ്റീവ് ചേഞ്ചസ് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ മനസ്സിലാക്കുക, നമ്മൾ ഇത് ആരെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാം. അല്ലാണ്ട് ആരെയും കൺട്രോൾ ചെയ്യരുത്. ഓക്കെ, പൊട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും യൂസ് ചെയ്യാം. നമുക്ക് ഹീൽ ചെയ്യാം. എപ്പോഴും നമുക്കൊരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഹീൽ ചെയ്യാം. നിങ്ങളുടെ ഇടയിലുള്ള നെഗറ്റിവിറ്റി ആയി കഴിഞ്ഞാലും അവർ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ ഇടയിലുള്ള എന്തായാലും ഹീൽ ചെയ്യാം. ഡെഫിനറ്റ്ലി കുറേ സക്സസ് സ്റ്റോറീസ് ഉണ്ട്. പോയിട്ടുള്ള ആൾക്കാരുകൾ തിരിച്ചു വരും, അപ്പോളജി ചോദിച്ചു വരും. ബട്ട് എപ്പോഴും അവിടെ മനസ്സിലാക്കുക, നിങ്ങളത് നിങ്ങളിലേക്കാണ് തിരിച്ചു വരുന്നത്.
ഓക്കെ, നിങ്ങളുടെ സമാധാനവും സന്തോഷമാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അത് ഏതർ അവർ ഉണ്ടെങ്കിലും ആ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഹീൽ ചെയ്യാം. നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ് ഹീൽ ചെയ്യുന്നത്. അത് ഹീൽ ചെയ്യുമ്പോഴാണ് ചുറ്റും അത് നിങ്ങൾക്ക് മെൻറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി തിരിച്ചു വരും, ഡെഫിനറ്റ്ലി പവർഫുള്ളായിട്ട് തിരിച്ചു വരും. അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. സോ ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുക, ആൻഡ് ഗുഡ് ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക. ഒരിക്കലും ഒരാളെ അട്രാക്റ്റ് ചെയ്യുന്നത് പൊട്ട കാര്യമല്ല, പക്ഷേ നമുക്ക് ഒരാളെ എപ്പോഴും ഡിപ്പെൻഡ് ആവാതിരിക്കുക. അവരുണ്ടെങ്കിലേ സന്തോഷമുള്ളൂ, സമാധാനമുള്ളൂ നമ്മൾ ആലോചിക്കാണ്ടിരിക്കുക. നിങ്ങളിൽ തന്നെ സമാധാനമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് നിങ്ങളുടെ കൂടെ ഓക്കെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും മറ്റേ ആൾക്കാർ ഓക്കെ അല്ല? നിങ്ങൾ തന്നെ ഓക്കെ അല്ല, പിന്നെ എങ്ങനെയായിരിക്കും വേറൊരാൾ നിങ്ങളുടെയിലേക്ക് അട്രാക്റ്റഡ് ആയിരിക്കുക? സോ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ കൂടെ കംഫർട്ടബിൾ ആവുന്നോ, പീസ്ഫുൾ ആയിരിക്കുന്നോ, നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നോ, അപ്പോഴല്ലേ നമ്മളുടെ റിയാലിറ്റിയാണ്, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റിയാലിറ്റി. സോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് ആൾക്കാർ ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ തന്നെയാണ് ഇഗ്നോർ ചെയ്യുന്നത്. നിങ്ങളോട് തന്നെ ചെയ്യുന്ന പ്രവൃത്തികളാണ് നിങ്ങളുടെ ചുറ്റിലും സർക്കംസ്റ്റൻസിലുള്ള നിങ്ങളുടെ പേടികളാണ് നിങ്ങളെ കാണിക്കുന്നത്. സോ അതിന് റെസ്പോൺസിബിൾ ആവുക. റെസ്പോൺസിബിളായി ഈ പ്രയർ ചൊല്ലുക, അല്ലെങ്കിൽ കേൾക്കുക, മെഡിറ്റേറ്റ് ചെയ്തിരിക്കാം. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതെന്തായാലും മനസ്സിലാക്കുക. പിന്നെ മനസ്സിലാക്കുക, നമുക്ക് ഇത് റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ടാണ്. ഇൻ കേസ് ഇപ്പോൾ മണി അട്രാക്റ്റ് ചെയ്യാനാണെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് മണി മൈൻഡ് സെറ്റാണ്. നമുക്ക് പൈസ ഇല്ല എന്നുള്ള മൈൻഡ് സെറ്റ് ഇതുപോലെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഡിയർ മണി, ഐ ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി. എൻ്റെ ലൈഫിലെല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ എടുക്കുന്നു. ഈ സിറ്റുവേഷൻസ് അട്രാക്റ്റ് ചെയ്തതിന് ഞാൻ സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. അതുപോലെ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറേ മെഡിറ്റേഷൻസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്കത് വെറുതെ കേൾക്കാം. ഓർ നിങ്ങൾക്ക് ഞാനൊരു മെഡിറ്റേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഞാൻ ഹെൽത്തിന് വേണ്ടിയിട്ടായാലും ലവിന് വേണ്ടിയിട്ടായാലും ഓർ ഇൻ കേസ് ഇപ്പോൾ ഓവറോൾ നിങ്ങളുടെ ലൈഫിൽ എല്ലാ ഏരിയാസിനും വേണ്ടിയിട്ടായാലും ജസ്റ്റ് ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് മാത്രം മനസ്സിൽ ചൊല്ലിയാലും മതി. ഓക്കെ, റൂൾസോ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ ചെയ്യാം. മോർണിംഗ് ഓർ നൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 ടൈമും ചെയ്യാം. ബട്ട് എന്നും ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മിറക്കിൾസ് തന്നെ കാണാൻ പറ്റും. ഫുൾ കംപ്ലീറ്റ് മിറക്കിൾസ് തന്നെ നിങ്ങൾക്ക് ലൈഫിൽ കാണാൻ പറ്റും. ആൻഡ് നമുക്കൊരു ചെറിയ ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്താലോ? സോ എല്ലാവരും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക. ആരും അധികം ഡിസ്റ്റർബ് ചെയ്യാത്തൊരു സ്ഥലത്ത് ചെന്നിരിക്കാൻ നോക്കുക. എന്നിട്ട് നമുക്കൊരു ചെറിയ ഹോപ്പുനൊപ്പനും മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും റെഡി ആയിട്ട് കാമായിട്ടിരിക്കൂ. എല്ലാവരും കംഫർട്ടബിളായിട്ടിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഹാൻഡ്സ് ചെസ്റ്റിൽ വയ്ക്കുക. നിങ്ങൾക്ക് ഏതർ കിടക്കാം ഓർ എണീറ്റിരിക്കാം, പക്ഷെ ബാക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാൻ നോക്കുക. ഇനി ഇൻഹേൽ പറയുമ്പോൾ ഡീപ്പ് ബ്രെത്ത് എടുക്കുക. ഹോൾഡ് പറയുമ്പോൾ ശ്വാസം പിടിച്ചു വയ്ക്കുക. എക്സ്ഹേൽ പറയുമ്പോൾ ഡീപ്പായിട്ട് മൗത്തിൽ കൂടെ റിലീസ് ചെയ്യാം. ഓക്കെ, ഇൻഹേൽ, ഹോൾഡ്, exhale, inhale, hold, exhale, inhale, hold, exhale, inhale, hold, exhale. ഇനി നോർമൽ ബ്രീത്തിങ്ങിലേക്ക് തിരിച്ചു വരാം. ഇനി നിങ്ങൾ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആലോചിക്കാം. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെവൻ പോലെ, ചുറ്റും ഭയങ്കര പോസിറ്റീവ് ലൈറ്റ്, ചുറ്റും റെയിൻബോസ്,
ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്കൈ, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം നിങ്ങൾ വേറെ കണ്ടിട്ടില്ല. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് മനസ്സിലേക്ക് കൊണ്ടുവരാം. അവിടെ നിങ്ങൾ നിൽക്കുന്നതായിട്ട് ആലോചിക്കുക. ഇനി മെല്ലെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആരെയാണോ അവരുടെ നെയിം 3 വട്ടം അവരെ കോൾ ചെയ്യുക. 1 2 3. അവരും ഈ ബ്യൂട്ടിഫുൾ പ്ലേസിലേക്ക് വരുന്നതായിട്ട് ആലോചിക്കുക. നിങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നതായിട്ട്, നിങ്ങളെ നോക്കി ചിരിക്കുന്നതായിട്ട് ആലോചിക്കുക. അവരുടെ കണ്ണുകൾ ക്ലിയറായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇനി വന്നില്ലെങ്കിലും ഇറ്റ്സ് ഫൈൻ. അവർ അവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ബിലീവ് ചെയ്യുക. ഇനി അവരുടെ കണ്ണുകളിൽ നോക്കിയിട്ട് പറയാം, നമ്മുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നമുണ്ടായിരുന്നോ അതിനൊക്കെ ഞാൻ 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്നു. ഐ ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഫോർ വാട്ട്സ് ഹാപ്പനിങ് ബിറ്റ്വീൻ അസ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അവരോട് പറയാം, ഇല്ലെങ്കിൽ മൈൻഡിൽ പറയുന്നതായിട്ട് ചിന്തിക്കാം. ഡിയർ പേഴ്സൻ്റെ നെയിം, ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് അത്രമാത്രം ശ്രദ്ധിക്കാൻ നോക്കുക. ഡിയർ, ഐ എം സോറി for the pain I've caused you. Please forgive us each other. Thank you. I love you. നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന എല്ലാ പെയിനും എല്ലാ ഫൈറ്റ്സിനും ഐ എം റിയലി സോറി. ഈ റിലേഷൻഷിപ്പ് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് വെച്ചതിനോ എങ്ങനെയാവണം എന്ന് വിചാരിച്ച് പ്രഷർ തന്നതിനോ പ്ലീസ് ഫോർഗിവ് മീ. താങ്ക് യു ഫോർ ഓൾ ദ ലെസൺസ്. ഐ ലവ് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഹോപ്പൊനൊപ്പൊനോ പറയാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയാം. അവരുടെ കണ്ണുകളിൽ ഡീപ്പായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളിത് പറയുമ്പോൾ എന്ത് ഇമോഷൻസാണ് ഉണ്ടാവുന്നതെന്ന് ആലോചിക്കുക. അവർ നിങ്ങളെ നോക്കി ചെറുപുഞ്ചിരിയോടെ ചിരിക്കുന്നത് ആലോചിക്കുക. ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. I am sorry, please forgive me, thank you, I love you. I am really sorry,
Please forgive me. Thank you. And I love you. ഇനി നിങ്ങളുടെ ഉള്ളിൽ യൂണിവേഴ്സിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് ആൻഡ് വൈറ്റ് ലൈറ്റ് നിങ്ങളുടെ ഹെഡിൽ കൂടെ എൻറ്റർ ചെയ്യുന്നത് ആലോചിക്കുക. ഒരു ബ്യൂട്ടിഫുൾ ബിഗ് ബോൾ ഓഫ് ലൈറ്റ് നിങ്ങളുടെ നിറയിൽ കൂടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്ത് നിങ്ങളുടെ ഹാർട്ടിൻ്റെ അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്തൊരു വലിയ ബ്യൂട്ടിഫുൾ ലൈറ്റായിട്ട് നിങ്ങളെ ഷൈൻ ചെയ്യുന്നത് ആലോചിക്കുക. ആൻഡ് നിങ്ങൾ ഷൈൻ ചെയ്യുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇൻവിസിബിൾ ത്രെഡ്, എന്തൊക്കെ ത്രെഡാണോ നിങ്ങളുടെ ഇടയിൽ കണക്റ്റഡായി കിടക്കുന്നത്, ആ ത്രെഡ്സ് ക്ലിയർ ചെയ്ത് പോകുന്നതായിട്ട് ആലോചിക്കുക. നിങ്ങളുടെ ലൈറ്റ് നിങ്ങളുടെ പേഴ്സണിലേക്കും സ്പ്രെഡാവുന്നത് ആലോചിക്കുക. നിങ്ങൾ ഷൈൻ ചെയ്യുന്ന ലൈറ്റ് നിങ്ങളുടെ പേഴ്സണിലേക്കും എത്തി അവരും ഷൈൻ ചെയ്യുന്നതായിട്ട് ആലോചിക്കുക. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള ഇൻവിസിബിൾ ത്രെഡ്സ് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്ത് നിങ്ങൾ രണ്ടുപേരും ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് ആലോചിക്കുക. എന്നിട്ട് അവരോട് പറയാം, നമ്മുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാമിക് അക്കൗണ്ട്സും സെറ്റിലായി കഴിഞ്ഞു. ഇനി നമ്മുടെ ഇടയിൽ ലവ്, ലൈറ്റ് ആൻഡ് ബ്ലെസ്സിങ്സ്, സന്തോഷം, സമാധാനവും സ്നേഹവും ബ്ലെസ്സിങ്സും മാത്രമേ നമ്മുടെ ഇടയിലുള്ളൂ. നമ്മുടെ ഇടയിലുള്ള എല്ലാ കാമിക് പാറ്റേൺസും എല്ലാ ഇമോഷണൽ പാറ്റേൺസും ക്ലിയർ ആയി കഴിഞ്ഞു. All our karmic accounts has been settled. I now hold only love and light towards you. നമ്മുടെ ഇടയിൽ ഇനി ലവ് ആൻഡ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായിട്ട് ആലോചിക്കുക. ഇല്ലെങ്കിൽ അവരും നിങ്ങളോട് തിരിച്ച് ഐ എം സോറി, പ്ലീസ് ഫർഗിവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു പറയുന്നതായിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം. ഇനി നിങ്ങൾ രണ്ടുപേരും അടുത്തേക്ക് വന്ന് ടൈറ്റായിട്ട് ഹഗ് ചെയ്ത്, എല്ലാം ടൈറ്റായിട്ട് ഹഗ് ചെയ്ത് സോൾവ് ചെയ്യുന്നത് ആലോചിക്കുക. നിങ്ങൾ അത്രയും ഹാപ്പിയായി ഹഗ് ചെയ്ത് ആ വാംത്ത് ഫീൽ ചെയ്യുക. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നിമിഷത്തിനെ കുറിച്ച് ആലോചിക്കുക. നിങ്ങൾ അത്രയും പീസ്ഫുൾ ആൻഡ് കാം ആൻഡ് ഹാപ്പിയായി മാറിയിരിക്കുന്നു. ഇനി മെല്ലെ നിങ്ങൾക്ക് ബോഡി ഫീൽ ചെയ്യാം, കണ്ണുകൾ തുറക്കാം. സോ ഇതാണ് മെഡിറ്റേഷൻ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാം. ഇല്ലെങ്കിൽ ജസ്റ്റ് നോർമലി ഹോപ്പോനോപ്പോനോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് അനുസരിച്ച് ചെയ്യാം. ഇതൊരു കുഞ്ഞിയ മെഡിറ്റേഷനാണ്. നിങ്ങൾക്കിത് ഹോപ്പോനോപ്പോനോ ജസ്റ്റ് പ്രെയർ മാത്രമായിട്ട് ചൊല്ലാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ ഇരുന്ന് ചെയ്യാം. സോ എല്ലാവരും come back to your home, heal your relationship and have a beautiful blessed life. എല്ലാവർക്കും blessings.